ഏതവചനമാണ് ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കുവാനിടയായി തീർന്നത്. എഫേസ്യ ലേഖനം. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കും. ഇനി ഞാനിവിടെ പ്രസംഗിക്കത്തില്ല. സഭായോഗത്തിന് ധൈര്യമായിട്ട് എല്ലാവരും നിങ്ങൾ ഇന്നത്തെ അല്പസമയം ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുക. ഇങ്ങോട്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എഫേസ്യ ലേഖനം ഒരു അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ്. AD 62 അപ്പോസ്തലനായ പൗലോസ് റോമാ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് എഴുതിയ ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം. എഫേസ്യ ലേഖനത്തെക്കുറിച്ച് ഞാൻ മുമ്പും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ലേഖനങ്ങൾ 21. അതിൽ കൂടുതലും പൗലോസാണ് ലേഖനം എഴുതിയത്. ലേഖനങ്ങളെ 3 തിരിക്കാം. ഇടയ ലേഖനങ്ങൾ, കാരാഗ്രഹ ലേഖനങ്ങൾ, പൊതുലേഖനങ്ങൾ. ഈ 21 ലേഖനങ്ങളെ 3 തിരിക്കുന്നത്. എന്നാൽ അതിൽ ഉൾപ്പെട്ട ഒരു ലേഖനമാണ് കാരാഗ്രഹ ലേഖനം. ആ കാരാഗ്രഹ ലേഖനത്തെ 4 തിരിക്കുന്നത്. 4 ലേഖനങ്ങളാണ് കാരാഗ്രഹ ലേഖനങ്ങൾ. എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലോമോൻ. ഈ 4 ലേഖനങ്ങളാണ് കാരാഗ്രഹ ലേഖനങ്ങൾ. എഫെസോസ് പട്ടണത്തിൽ അപ്പോസ്തലനായ പൗലോസ് സുവിശേഷവുമായി പോകുമ്പോൾ ആ പട്ടണം വളരെ പ്രതികൂല അവസ്ഥയായിരുന്നു. ഒരിക്കൽ ഞാനിവിടെ അതിൻ്റെ ചരിത്രം കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു എന്ന് തോന്നുന്നു. എങ്കിലും ഒരു വാക്ക് പറയാം. ഏഷ്യ മൈനറിലെ ഏറ്റവും സുന്ദരവും ഫലപുഷ്ടവുമായൊരു ഭൂപ്രദേശമായിരുന്നു ഇയോണിയ. ഈ ഇയോണിയ പ്രദേശങ്ങളിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധമായൊരു പട്ടണമായിരുന്നു എഫെസോസ്. സ്മുർണയ്ക്ക് 40 മൈൽ തെക്കുമാറിയാണ് ഈ എഫെസോസിൻ്റെ സ്ഥാനം. വളരെ സുഖപ്രദമായ കാലാവസ്ഥ, സംഗീതം, നൃത്തം എന്നിവയിൽ സുഖലോലുപരായ ജനങ്ങളായിരുന്നു ഈ എഫെസോസിലെ ജനങ്ങൾ. ഏഷ്യയിലെ ഏറ്റവും വലിയ തുറമുഖ പട്ടണമായിട്ടാണ് ഈ എഫെസോസിനെ നമുക്ക് ധൈര്യമായി വിളിക്കാം. കാരണം ഏഷ്യയിലെ ഏറ്റവും വലിയ തുറമുഖ പട്ടണമായിരുന്നു അന്ന് ഈ എഫെസോസ്. അതിനൊക്കെ അപ്പുറമായി ഡയാന എന്നറിയപ്പെടുന്ന അർത്തമീസ് മഹാദേവിയുടെ ഒരു മഹാക്ഷേത്രം, ഒരു ആരാധനാലയം ഈ എഫെസോസിൻ്റെ ഹൃദയഭാഗത്തുണ്ടായിരുന്നു. പുരാതന ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു ഈ എഫെസോസിലെ ഈ ക്ഷേത്രം, അല്ലെങ്കിൽ ഈ ഡയാന അർത്തമീസിൻ്റെ ക്ഷേത്രം. 425 അടി നീളം, 82 അടി വീതി ഉള്ള ഈ അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രത്തിന് 60 അടി ഉയരമുള്ള 120 സ്തൂപങ്ങളുണ്ടായിരുന്നു. ഓരോ സ്തൂപവും ഓരോ രാജാവിൻ്റെ സംഭാവനകളായിരുന്നു. അതിൽ 36 എണ്ണം സ്വർണ്ണ തകിട് പൊതിഞ്ഞ് ഭംഗി വരുത്തിയിരുന്നു. ഇതിൻ്റെ മുകൾ പണിയൊക്കെ നടന്നത് കുപ്രോസിൽ നിന്ന് കൊണ്ടുവന്ന തടികൾ ഉപയോഗിച്ചായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ മുകൾ പണികളെല്ലാം ചെയ്തിരുന്നത്. മാത്രമല്ല, ഏലസുകളെന്നും തകിടുകളെന്നും അറിയപ്പെടുന്ന മന്ത്രങ്ങളും ഇന്ദ്രജാല ജപങ്ങളും അടങ്ങിയ എഫേസ്യ ലിപികൾ പ്രശസ്തമാണ്. കാരണം രോഗനിവാരണം, സന്താനോൽപാദനം, ഗ്രഹപ്രവേശനം, ഉന്നത വിജയത്തിനൊക്കെ ഇത് അത്യുത്തമമെന്ന് അവിടത്തുകാർ പറഞ്ഞു പരത്തുകയും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അനേക പേർ വന്ന് വളരെ വില കൊടുത്ത് ഈ ഏലസുകളും തകിടുകളും വാങ്ങിക്കൊണ്ടു പോകുക പതിവായിരുന്നു. കാരണം ഈ ഏലസുകൾ വാങ്ങിച്ചല്ലെങ്കിൽ ഈ തകിടുകൾ വാങ്ങിച്ച് കയ്യിലോ അരയിലോ കെട്ടിയാൽ വിവാഹയോഗമില്ലാത്തവർക്ക് വിവാഹം നടക്കും. വിവാഹം കഴിഞ്ഞിട്ട് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ കിട്ടും. ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ട് ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടും. സ്ഥാനക്കയറ്റം ഉണ്ടാകും. എന്തിനൊക്കെ ഭാരപ്പെടുന്നുവോ ഈ ക്ഷേത്രത്തിൽ വന്ന് ആ തകിടുകളും ഏലസുകളും വാങ്ങി കയ്യിലോ അരയിലോ കെട്ടിയാൽ കാര്യങ്ങളെല്ലാം സാധിക്കുമെന്നൊരു അന്ധവിശ്വാസം അവിടെയുള്ളവർ പറഞ്ഞു പരത്തുകയും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ജനം കടന്നു വന്ന് ഈ ഏലസുകളും തകിടുകളും വില മുടക്കി വാങ്ങിക്കൊണ്ട് പോകുക പതിവായിരുന്നു.
ഈ അർത്തമീസിൻ്റെ ക്ഷേത്രം മതത്തിനെന്ന പോലെ തന്നെ കുറ്റകൃത്യങ്ങൾക്കും അഴിഞ്ഞാട്ടത്തിനും വളരെ കീർത്തി കൊണ്ട ഒരു ക്ഷേത്രമായിരുന്നു. കൊടും കുറ്റവാളികൾക്ക് പോലും ഈ ക്ഷേത്രവളപ്പിൽ വന്ന് അഭയം പ്രാപിക്കാമായിരുന്നു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ കൊടും ക്രിമിനലുകളുടെ ഒരു താവള കേന്ദ്രമായിരുന്നു ഇവിടം. പോലീസിനോ പട്ടാളത്തിനോ അവിടെ അതിക്രമിച്ച് കയറുവാനോ അവരെ അറസ്റ്റ് ചെയ്യുവാനോ ശിക്ഷാ നടപടിക്രമങ്ങൾ ചെയ്യുവാനോ അനുവാദമില്ലായിരുന്നു. അതുകൊണ്ട് കൊടും ക്രിമിനലുകൾ ഒളിത്താവളം പോലെ ഒളിച്ചിരുന്ന ഒരിടവും കൂടെയായിരുന്നു ഈ അർത്തമീസിൻ്റെ ആരാധനയിടത്ത്. 1000-ൽ പരം അഭിസാരികളുടെ അതിമ്ലേച്ഛമായ പ്രവർത്തനമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പവിത്രതയെന്ന് അവിടെയുള്ളവർ അന്ന് വാഴ്ത്തിപ്പാടിപ്പോയിക്കൊണ്ടിരുന്നു. അവരിൽ നിന്ന് വരുന്ന വരുമാനങ്ങൾ ക്ഷേത്രത്തിൻ്റെതായ വളർച്ചയ്ക്ക് ഉപയോഗിച്ചുകൊണ്ട് 1000-ൽ പരം അഭിസാരികൾ അതിനകത്ത് തമ്പടിച്ചു പാർത്ത് അതിമ്ലേച്ഛമായ രീതിയിൽ ജീവിച്ചു കൊണ്ടിരുന്നു. പുറമേ അർത്തമീസാണ്, പുറമേ ഡയാനയാണ്, പക്ഷേ അകമേ അതിമ്ലേച്ഛതയാണ്. 24,000 പേർക്ക് ഇരിക്കാകുന്ന അതിമനോഹരമായ ഒരു തിയേറ്റർ ഈ എഫെസോസിൻ്റെ ഹൃദയഭാഗത്തുണ്ടായിരുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എഫെസോസ് അന്നത്തെ പേര് കേട്ട ഒരു പട്ടണമായിരുന്നു. എല്ലാ രാജ്യത്തിൽ നിന്നും ഈ പട്ടണത്തിൽ വന്നു പോകാനുള്ളൊരു സൗകര്യമുണ്ടായിരുന്നു. കാരണം ഏഷ്യയിലെ ഏറ്റവും വലിയ തുറമുഖ പട്ടണവും കൂടെ ആയിരുന്നു ഈ എഫെസോസ്. അതുകൊണ്ട് ഒരു ബിസിനസ് കേന്ദ്രമായിരുന്നു, ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു ഈ എഫെസോസ്. അങ്ങനെ ആത്മീകമായി അധംപതിച്ച, ധാർമ്മികമായി അധംപതിച്ച ഒരു പട്ടണവും കൂടെ ആയിരുന്നു ഈ എഫെസോസ് പട്ടണം. എല്ലാ നാമത്തിനും മേലായ നാമം എന്ന പോലെ അർത്തമീസിന്റെ നാമം ആ പട്ടണത്ത് നിറഞ്ഞു നിന്നു. അപ്പോസ്തല പ്രവൃത്തി നിങ്ങൾ വായിക്കുമ്പോൾ അത് കാണുവാൻ വേണ്ടി കഴിയും. അപ്പോസ്തല പ്രവൃത്തിയിൽ അത് നമുക്ക് ഗ്രഹിക്കുവാൻ വേണ്ടി കഴിയും. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഇടയിലാണ് അപ്പോസ്തലനായ പൗലോസ് സുവിശേഷവുമായി കടന്നു പോകുന്നത്. പൗലോസ് ഒരുപാട് മിഷണറി യാത്രകൾ നടത്തിയിട്ടുണ്ട്, ഒരുപാടെടുത്ത് സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ എഫെസോസിൽ ചെലവഴിച്ചതുപോലെ വേറെ ഒരിടത്തും ചെലവഴിച്ചില്ല. അപ്പോസ്തല പ്രവൃത്തി 18, 19, 20 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഈ എഫെസോസിൽ എത്തുവാനിടയായി. 19-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ നമുക്കത് കാണുവാൻ വേണ്ടി കഴിയും വ്യക്തമായി. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫെസോസിൽ എത്തുവാനിടയായി തീർന്നു. അവിടെ അങ്ങനെ എത്തിയിട്ട് അവിടെ കണ്ട ചില ശിഷ്യന്മാരോട് സംസാരിച്ചപ്പോൾ അവർ യേശുവിൽ വിശ്വാസമുണ്ട്, അവർ ദൈവത്തിൽ വിശ്വാസമുണ്ട്, പക്ഷേ അവർ അടിസ്ഥാന ഉപദേശങ്ങളിൽ തെറ്റിക്കിടക്കുകയാണ്. അവർക്ക് സ്നാനം എന്തെന്നറിയത്തില്ല, അവർക്ക് പരിശുദ്ധാത്മാവ് എന്തെന്നറിയത്തില്ല, അവർക്ക് ദൈവകൃപ എന്തെന്നറിയത്തില്ല. പക്ഷെ പേര് ക്രിസ്ത്യാനിയാണ്, പേര് ദൈവമക്കളാണ്, പേര് ദൈവവുമായി കൂടെയുള്ള വാസമുള്ളവരെന്നാണ്. പക്ഷേ അവർ അടിസ്ഥാനപരമായി അനുഭവിക്കേണ്ടത്, അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് അവരുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. അത് മനസ്സിലാക്കിയ പൗലോസ് അവരോട് സുവിശേഷം പറഞ്ഞു, അവർക്ക് വചനങ്ങൾ തെളിയിച്ചു കൊടുത്തു, അവരെ സ്നാനപ്പെടുത്തി, അവരെ സഭയുടെ അംഗങ്ങളാക്കി മാറ്റി. അങ്ങനെ ഏകദേശം 3 വർഷം രാപ്പകലില്ലാതെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസ് പട്ടണത്തിൽ രാത്രികളെ പകലാക്കി ചോര നീരാക്കി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭ എഫെസോസിൽ ഉടലെടുത്തു. ഇന്ന് പകൽ ഞാൻ പറയാം, എവിടെയൊക്കെ സഭ വളർന്നിട്ടുണ്ടോ അവിടെയൊക്കെ കണ്ണുനീരൊഴിക്കപ്പെട്ടിട്ടുണ്ട്. എവിടെയൊക്കെ സഭ ഉയർന്നിട്ടുണ്ടോ അവിടെയൊക്കെ അവരുടെയൊക്കെ പുറകിൽ, അതിൻ്റെയൊക്കെ പുറകിൽ ആരും കാണാത്ത ചില കണ്ണുനീര്, വേദന, പ്രയാസങ്ങളുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പൗലോസിൻ്റെ കൂടെ ആ പ്രവർത്തനം ചെയ്യുവാൻ
ചില വ്യക്തികൾ കൂടെ ഉണ്ട്. പൗലോസ് മാത്രമല്ലായിരുന്നു. അക്വിലാവും പ്രിസ്കില്ലയും പൗലോസിൻ്റെ വലം കൈയും ഇടം കൈയും പോലെ കൂടെ നടന്നു. തിമോത്തിയോസ് അതിൻ്റെ ശുശ്രൂഷകനായി, യോഹന്നാനെ പിന്നത്തേതിൽ ശുശ്രൂഷകനാക്കി. അങ്ങനെ എഫെസോസിൽ ഈ സഭ വളർന്ന് ശക്തിപ്പെട്ടു. പൗലോസ് പോയി. പൗലോസിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഒരിടത്ത് തന്നെ ഇരുന്ന് അവിടെ തന്നെ ശുശ്രൂഷിക്കുകയല്ല, ഒരിടത്തൊരു സഭയുണ്ടാക്കുക, പോകുക. ഇന്നും അങ്ങനെയുള്ള അഭിഷക്തന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓരോ മേഖലയിൽ പോയി കഠിനാധ്വാനം ചെയ്ത് സഭകൾ സ്ഥാപിച്ച് ഓരോ ദൈവദാസന്മാരെ ഏൽപ്പിക്കുന്ന അഭിഷക്തന്മാർ ഇന്നുമുണ്ട്. പ്രതിഫല ഇച്ഛ കൂടാതെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ ഇന്നുമുണ്ട്. ഒരു കാലത്ത് ആരും അറിയാത്ത ആരെങ്കിലും നന്മ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഉയർച്ച പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ദൈവിക വിടുതൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളറിയാത്തൊരു കണ്ണുനീര് നിശ്ചയമായിട്ടും അവർ കടന്നുപോയിട്ടുണ്ട്. നിങ്ങളറിയാത്തൊരു വേദനയിലൂടെ നിശ്ചയമായിട്ടും അവർ കടന്നുപോയിട്ടുണ്ട്. നിങ്ങളറിയാത്തൊരു പ്രശ്നത്തിലൂടെ നിശ്ചയമായിട്ടും അവർ കടന്നുപോയിട്ടുണ്ട്. ഇന്നവർ സന്തോഷിക്കുന്നെങ്കിൽ, ഇന്നവർ ഉയരങ്ങളിലെത്തിയെങ്കിൽ, ഇന്നവർക്ക് അതും ഇതും കിട്ടിയെങ്കിൽ, ഇന്നവർ രാജകീയമായി യാത്ര ചെയ്യുന്നെങ്കിൽ, നിങ്ങളറിയാത്തൊരു പട്ടിണിയിലൂടെ, നിങ്ങളറിയാത്തൊരു വേദനയിലൂടെ, നിങ്ങളറിയാത്തൊരു കണ്ണുനീരിലൂടെ, നിങ്ങളറിയാത്തൊരു ഞെരുക്കത്തിലൂടെ, നിങ്ങളറിയാത്ത ഒരു പ്രതിസന്ധിയിലൂടെ നിശ്ചയമായിട്ടും പോയിട്ടുണ്ടാകാം. അല്ലേ? നമ്മളൊക്കെ ചിലരൊക്കെ സാക്ഷി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലതൊക്കെ ഞാൻ കേട്ടു. ആരോടും പറയാതെ, ആരും അറിയാതെയൊക്കെ ആയിരുന്ന വിഷയങ്ങൾ. എനിക്ക് 100% ഇവിടുത്തെ പല കുടുംബങ്ങളുടെയും അവസ്ഥകൾ എനിക്കറിയാം. പുറമേ നിങ്ങളുടെ മുമ്പിൽ ചിരിച്ച് ഒന്നിനും കുറവില്ലാതെ കോടീശ്വരന്മാരെ പോലെ ജീവിക്കുമ്പോഴും അതിൻ്റെ അകത്തുള്ള വേദനകൾ, ഭാരങ്ങൾ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്നു പകൽക്കാലം പലതും പറഞ്ഞ് അപമാനിക്കുമ്പോൾ, പലതും പറഞ്ഞവരെ നിന്ദിക്കുമ്പോൾ, പലരും പറഞ്ഞ് മാറ്റി നിർത്തുമ്പോഴും അതിൻ്റെ നടുവിൽ ആരും അറിയാത്ത ചില വേദനകളിലൂടെ, കണ്ണുനീരിലൂടെ, ഭാരത്തിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ എനിക്കറിയാം. അതുകൊണ്ട് പുറമേ നമ്മൾ ആരെയും ഒന്നും പറഞ്ഞ് വിധിക്കരുത്. അതുകൊണ്ട് പുറമേ നമ്മൾ ആരെയും ഒന്നും പറഞ്ഞ് അപമാനിക്കരുത്. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. സ്വർഗത്തിലെ കർത്താവാണ് സകലതും വിധിക്കേണ്ടത്. എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടാൻ ആഗ്രഹിക്കുക. എഫേസ്യലേഖനം 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. 2-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ സഭ ക്രിസ്തുവിൻ്റെ മന്ദിരമാണ്. 3-4 അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ സഭ ക്രിസ്തുവിൻ്റെ രഹസ്യമാണ്. 5-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ സഭ മണവാട്ടിയാണ്. 6-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ സഭ പോർക്കളത്തിലാണ്. ഇന്നോ പകൽ സഭ ഒരു പോർക്കളത്തിലാണ്. നമ്മളൊരു കളിക്കളത്തിലല്ല, നമ്മളൊരു ഗാലറിയിലിരുന്ന് കളി കാണുന്നവരല്ല, നമ്മൾ പോർക്കളമേടിൽ നിൽക്കുന്നവരാണ്. എത്ര പേര് ഹല്ലേലൂയ. സഭ കളിക്കേണ്ടതല്ല കേട്ടോ. സഭയെ വച്ച് കളിക്കേണ്ടതുമല്ല. സഭ ദൈവത്തിൻ്റെ ചങ്കിലെ ചോര സ്കൂറ്റി നേടിയതാണ്. സഭയെ വെച്ച് ആർക്കും കളിക്കാൻ അനുവാദമില്ല. സഭ ഒരു കളിക്കളമല്ല. സഭ ചങ്കിലെ ചോര, കർത്താവിൻ്റെ ചങ്കിലെ ചോര കൊണ്ട് ഊറ്റി സമ്പാദിച്ച സഭയിൽ ആ വില ഞാനും നിങ്ങളും മുടക്കിയില്ലെങ്കിൽ നാളെ ദൈവം ചുരുട്ടിയെടുത്ത് എറിഞ്ഞു കളയും. എത്രയോ മോഹന വാഗ്ദാനങ്ങളുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ അടുത്ത് പലരും വന്നു സഭയെ വഞ്ചിക്കാൻ. ഞാൻ കൂട്ടുനിന്നില്ല. ഹല്ലേലൂയ. അടുത്ത ദിവസം ഞാനും എൻ്റെ തലമുറയും തെരുവിലാണ്. എങ്കിലും എൻ്റെ നിലനിൽപ്പിന് സഭയെ ഞാൻ വഞ്ചിക്കാൻ പോയിട്ടില്ല. എൻ്റെ നിലനിൽപ്പിനും എൻ്റെ സന്തോഷത്തിനും എൻ്റെതായ ആവശ്യത്തിനും എൻ്റെ കാര്യങ്ങൾക്കും ഈ സഭയെ ഞാൻ വഞ്ചിക്കാൻ ആർക്കും കൂട്ടു നിന്നിട്ടില്ല. ആരുടെ മുമ്പിലും ഞാൻ കൂട്ടിന് പോയിട്ടില്ല. ഇന്ന് പകൽ തൻ്റെ ഇടത്തോടെ ഈ പുൽപ്പിറ്റിൽ നിന്നും നെഞ്ചു വിരിച്ച് പറയാനുള്ള ആംബിയർ എനിക്കുണ്ട്. ഹല്ലേലൂയ. കാരണം ഇത് നട്ടവൻ സ്വർഗമാണ്. കൊരിന്ത്യലേഖനം 3:6 വായിക്കൂ കുഞ്ഞെ. പെട്ടെന്നൊന്ന് വായിച്ചേ. കൊരിന്ത്യലേഖനം 6:3. വായിച്ചേ.
ഇല്ല. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 3:6. ഒന്നുകൂടെ 1 വായിച്ചേ. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു. ദൈവം ഈ സഭ നട്ടു, നനച്ചു, പക്ഷെ വളരുമാറാക്കുന്നത് തമ്പുരാനാണ്. നടാൻ ഒരാളുണ്ട്, നനയ്ക്കാൻ ഒരാളുണ്ട്, പക്ഷെ വളരിപ്പിക്കുന്നത് സ്വർഗമാണ്. വളർത്തുന്നത് ഇവിടെ നട്ടവനുമല്ല, നനയ്ക്കുന്നവനുമല്ല. എന്നാൽ ഇന്ന് പകൽ സഭയെ വളർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. സഭയെ വളർത്തുന്നത് ദൈവാത്മാവാണ്. നടുന്നവനോ നനയ്ക്കുന്നവനോ അതിൽ ഒരു ക്രെഡിറ്റും പറയാനില്ല. നടുന്നവനും നനയ്ക്കുന്നവനും ഒന്നുമില്ല. വായിച്ച താഴോട്ടൊന്ന് വായിച്ചു നിർത്തിയേ. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നട്ടവനും നനയ്ക്കുന്നവനും ഏതുമില്ല. 11 വർഷം നനച്ച എനിക്കും ഒന്നുമില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ മനോഹരമായൊരു പൂന്തോട്ടം പടർന്നു പന്തലിച്ച് കിടന്നപ്പോൾ ആ പൂന്തോട്ടത്തിൻ്റെ സൂക്ഷിപ്പുകാരനോട് വഴിപോക്കനായ ഒരാൾ ചോദിച്ചു, എങ്ങനെയാ ഇത്രയും ഭംഗിയായി വളർന്ന് പൂത്തൊലഞ്ഞിങ്ങനെ നിൽക്കുന്നതെന്ന്. ആ സൂക്ഷിപ്പുകാരൻ ആ വഴിപോക്കനോട് പറഞ്ഞു, ഞാനല്ല വളർത്തിയത്, ഞാൻ ഈ പൂന്തോട്ടത്തിൽ വെള്ളമൊഴിച്ചു കൊടുക്കും 2 ഇതിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമായ കളകളെ പറിച്ചു കളയും. ഇതിൻ്റെ ഇടയിൽ ഇതിനോടൊപ്പം വളരുന്ന ചില കളകളുണ്ട്. ഞാൻ വെള്ളവും നനച്ചു കൊടുത്ത് ഈ കളകളെയും പറിച്ചു കളയും. അപ്പോൾ ഇത് ഭംഗിയായി കൊഴുത്ത് വളരും. ഇന്നു പകൽ അതേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അല്പം വെള്ളവും ഒഴിച്ച് അവിടെ പൊങ്ങി വന്ന ചില കളകളെയൊക്കെ വെട്ടി. അത് ചിലർക്ക് മുറിവേറ്റു, അത് ചിലർക്ക് പ്രയാസമായി, അത് ചിലർക്ക് ബുദ്ധിമുട്ടായി. കാരണം കള പറിച്ചു കളഞ്ഞത് സഭ വളരാനാണ്. കള പറിച്ചെന്നേ ഉള്ളൂ. ചില കള്ളക്കളകളെ കണ്ടുപിടിച്ച് അതിനെ പറിച്ചെടുക്കാൻ നോക്കി. അതാണ് സഭ വളരാനിടയായി തീർന്നത്. ഇന്നോ പകൽക്കാലം ഒരു കാര്യം ഞാൻ പറയാം. അടുത്തിവിടെ ആര് വന്നാലും വളരാൻ അനുവാദം കൊടുക്കരുത്. കള വളർന്നാൽ മറ്റൊരു കുഴപ്പമുണ്ട്, സഭ വളരത്തില്ല, സഭയിൽ ആത്മീകതയുണ്ടാകത്തില്ല, സഭയിൽ വിടുതലുണ്ടാകത്തില്ല, സഭയിൽ അനുഗ്രഹമുണ്ടാകത്തില്ല. ഇന്നോ പകൽ എൻ്റെ അവസാനത്തെ മെസ്സേജായി ഈ സഭയോടൊരു ദൂത് പറയുകയാണ്. നട്ടവൻ നനച്ചവനൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ വളരുമാറാക്കുന്നൊരു ദൈവമുണ്ട്. നട്ടവന്റെയും നനച്ചവന്റെയും ജോലി കള പറിച്ച് കളക, വെള്ളമൊഴിക്കുക. ഹല്ലേലൂയ. കള പറിച്ച് വെള്ളമൊഴിക്കുക, അതാണ് നട്ടവന്റെയും നനച്ചവന്റെയും ജോലി. വളരുമാറാക്കുന്ന ദൈവത്തിനാണ് ക്രെഡിറ്റ് ഉള്ളത്. കഴിഞ്ഞ 11 വർഷം നിങ്ങളെ ശുശ്രൂഷിപ്പാൻ എന്നെ ആക്കി, അത്രേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. നനയ്ക്കാനാക്കി, അത്രേ ഉള്ളൂ. കള പറിച്ച് കളയാനാക്കി, അത്രേ ഉള്ളൂ. പറ്റുന്നത് പോലെ ചെയ്തു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നട്ടവനും നനച്ചവനും ഒന്നുമില്ല, വളരുമാറാക്കിയ ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യ ലേഖനം 4-15 വാക്യം ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യ ലേഖനം 4 നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാരേറെയില്ല. കുഞ്ഞേ, നിന്നെ വിളിച്ചത് ദൈവമാണ്, നിന്നെ തെരഞ്ഞെടുത്തത് ദൈവമാണ്. പക്ഷെ അതിനൊരു കാരണക്കാരനുണ്ട്. ലോകത്തിൽ ആരെയൊക്കെ നീ മറന്നാലും നിന്നെ ആത്മീയത്തിൽ കൊണ്ടുവന്ന, നിനക്ക് വേണ്ടി ചോര നീരാക്കിയ, നിനക്ക് വേണ്ടി രാത്രികളെ പകലാക്കിയ, നിനക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കിയ, നിനക്ക് വേണ്ടി ഇടിവിൽ നിന്ന ഒരു ദൈവദാസൻ ഉണ്ടെവിടെയോ. ആ കുഞ്ഞിനെ, ആ ദൈവദാസനെ നീ മറക്കരുത്, എതിർക്കരുത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തിൽ ജനിപ്പിക്കും. നമ്മളൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നതല്ല. നമുക്ക് വേണ്ടി ആരെയൊക്കെ കരഞ്ഞു, ഏതൊക്കെ ഭക്തന്മാർ ഇടിവിൽ നിന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ചിലപ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കാം പലതും. അതിനെ അങ്ങ് മാറ്റി വയ്ക്കുക. ക്രിസ്തു യേശുവിൽ നിങ്ങൾക്ക് 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും
പിതാക്കന്മാരേറെയില്ല. പിതാക്കന്മാർ ഒന്ന്, പിതാവ് ഒന്നേ ഉള്ളൂ. പിതാക്കന്മാരേറെയില്ല. അടുത്ത് ക്രിസ്തു യേശുവിൽ ഞാനല്ലോ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. ഒരാത്മാവിൻ്റെ വില എന്ന് പറയുന്നത്, ഞാൻ പരസ്യയോഗം നടത്തുന്നത് കൊണ്ട് എനിക്കറിയാം, എൻ്റെ ശുശ്രൂഷ ആണ്. ഒരാത്മാവിൻ്റെ വില എനിക്കറിയാം. ഒരാളിനെ ദൈവഭാഗത്ത് കൊണ്ടുവരുന്നതിൻ്റെ വേദന എനിക്കറിയാം. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരാളിനെ ദൈവഭാഗത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ കാരണം ഒരാൾ പോകരുത് പിന്മാറ്റത്തിൽ. ഹല്ലേലൂയ. അതിനുവേണ്ടി ഞാൻ തറയാകാൻ തയ്യാറാണ്. അതിനുവേണ്ടി ഞാൻ കാല് പിടിക്കാൻ തയ്യാറാണ്. അതിനുവേണ്ടി ഞാൻ ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്. ഞാൻ കാരണം ഒരുവൻ ദൈവകൃപയിൽ നിന്ന് പോകരുത്. ഞാൻ കാരണം ഒരുവൻ. പിന്നെ ചിലരുടെ കാല് എത്ര പിടിച്ചാലും പോകേണ്ടത് പോകും, അത് വേറെ കാര്യം. അത് പിതാവ് നട്ടിട്ടില്ലാത്തത് മൂടോടെ പറഞ്ഞു പോകും. ചിലത് ഗുണം പിടിക്കത്തുമില്ല. അത് എത്ര പ്രസംഗം കേട്ടാലും, എത്ര വലിയ പാസ്റ്റർമാർ വന്നാലും, ഇനി എവിടെ നിന്നൊക്കെ വന്നാലും, ആരൊക്കെ കൊണ്ടുവന്നാലും ചിലതങ്ങനെ പോകും. ആമേൻ. എന്നാൽ ഇന്നൊപ്പകൽ ഞാൻ പറയാം, ഈ വചനമനുസരിച്ച് മുന്നേറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശമൂവേലിൻ്റെ പുസ്തകം 1 ശമൂവേൽ 12:1 മുതൽ ഒന്ന് വായിച്ചേ. 1 ശമൂവേലിൻ്റെ പുസ്തകം 12. എല്ലാ ഇസ്രായേലിനോടും പറഞ്ഞത് എന്തെന്നാൽ, നിങ്ങൾ എന്നോട് പറഞ്ഞതിനൊക്കെയും ഞാൻ നിങ്ങളുടെ അപേക്ഷ കേട്ടു. അടുത്ത്, നിങ്ങൾക്ക് ഒരു രാജാവിനെയും ഞാൻ വാഴിച്ചു തന്നു. അടുത്ത്, ഇപ്പോൾ രാജാവ് നിങ്ങളുടെ നായകനായിരിക്കുന്നു. ഞാനോ വൃത്തനും നരച്ചവനും ആയി. അടുത്ത്, അമ്മേന്റെ ബാല്യം മുതൽ ഇതുവരെയും. എവിടം തൊട്ടാ? മുലകുടി മാറിയ സമയത്ത് അമ്മ ഏലി പുരോഹിതന്റെ അടുക്കൽ കൊണ്ട് ആക്കിയപ്പോൾ, ആ പെട്ടകത്തോട് ചേർന്ന് കിടന്നപ്പോൾ സ്വർഗത്തിലെ ശബ്ദം കേട്ടു തുടങ്ങിയതാ. ഇന്നു പകൽക്കാലം സ്വർഗത്തിലെ ശബ്ദം കേട്ടു തുടങ്ങിയവൻ അന്ത്യം വരെ നിൽക്കോ. സ്വർഗത്തിലെ ശബ്ദം കേട്ടു തുടങ്ങിയതാ. ഏലിയുടെ വാക്ക് കേട്ടു തുടങ്ങിയതല്ല, പാസ്റ്ററുടെ വാക്ക് കേട്ടു തുടങ്ങിയതല്ല, പള്ളിക്കാരുടെ വാക്ക് കേട്ടു തുടങ്ങിയതല്ല. സ്വർഗത്തിലെ ശബ്ദം കേട്ടാണ് അവൻ്റെ ആത്മീകം തുടങ്ങിയത്. അങ്ങനെ ഉള്ളവർ എത്ര പ്രതികൂലം വന്നാലും, അങ്ങനെ ഉള്ളവർ എത്ര വെല്ലുവിളികൾ വന്നാലും, അങ്ങനെ ഉള്ളവർ എത്ര കഷ്ടത വന്നാലും, അങ്ങനെ ഉള്ളവർ എത്ര കഠിന ശോധനയിലൂടെ പോയാലോ അവര് ദൈവകൃപയിൽ നിന്ന് പോകത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് ദൈവസഭയിൽ നിന്ന്, ദൈവകൃപയിൽ നിന്ന് പോകത്തില്ല. കാരണോ, ഡയറക്റ്റായി ദൈവ ശബ്ദം കേട്ട് ദൈവഭാഗത്ത് ഇറങ്ങിയവരോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശമൂവേൽ പറയുക, ബാല്യം മുതൽ ഇന്നുവരെയും ഞാൻ നിങ്ങൾക്ക് നായകനായിരിക്കുന്നു. അടുത്ത്, ഞാൻ ഇതാ നിൽക്കുന്നു. ഞാനും ഇതാ നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ മുമ്പിൽ ഞാനും നിൽക്കുക. 11 വർഷം ഇവിടെ ശുശ്രൂഷിച്ച്, പ്രൈസ് പോയതിന് ശേഷം അതും പറഞ്ഞുകൊണ്ടൊക്കെയല്ലേ. ഉണ്ടെങ്കിൽ ഇപ്പം പറയണം. വായിക്കു കുഞ്ഞെ. ഞാൻ ഒരുത്തൻ്റെ അപകരിച്ചിട്ടുണ്ടോ? ഇപ്പൊ പറയണം. ചിലര് മിണ്ടാതിരിക്കും. പാസ്റ്റർ വാരി കെട്ടിക്കൊണ്ട് പോയതിനു ശേഷമാണ് അത് കൊണ്ടുപോയി, ഇത് കൊണ്ടുപോയി, അവൻ ശരിയല്ല, ഇവൻ ശരിയല്ല, മറ്റവൻ ശരിയല്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. നിൽക്കുമ്പം പറഞ്ഞ് വാങ്ങിക്കേണ്ടത് വാങ്ങിച്ച്, ചെയ്യേണ്ടത് ചെയ്തിട്ട് വിടണം. അല്ല, പോയതിനു ശേഷം ജയം പാസ്റ്റർ കള്ളനായിരുന്നു, പെരുങ്കള്ളനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇടക്കരുത്. പറയണമെങ്കിൽ ഇപ്പോൾ പറയണം, അല്ലെങ്കിൽ ഇനി മേലാൽ. ചിലർ എത്ര പറഞ്ഞാലും പറയും, അതവരുടെ ഡ്യൂട്ടി, അത് നടക്കട്ടെ. വായിച്ചേ. നിങ്ങളുടെ ഞാൻ ഒരുത്തൻ്റെ കാളയെ അപകരിച്ചിട്ടുണ്ടോ? ഞാൻ ഒരുത്തൻ്റെ കഴുതയെ അപകരിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവനെ ചതിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പറ. ധൈര്യമായിട്ട് പറ. ഞാൻ ഇപ്പം ഇറങ്ങി അടിക്കത്തൊന്നുമില്ല.
പ്രൈസല്ലോ. നിങ്ങളുടെ മുഖമൊക്കെ കണ്ടപ്പോൾ എന്തൊരു പോലെ ഇരിക്കുന്നു. പേടിപ്പെടുത്താതെ. പ്രൈസല്ലോ. ഞാനൊരുത്തൻ്റെ കാളയെ, ഞാനൊരുത്തൻ്റെ കഴുതയെ അപകരിച്ചിട്ടുണ്ടോ? അടുത്ത് ഞാൻ വല്ലവരെയും ഇത് പറയാൻ എനിക്ക് പ്രാഗൽഭ്യമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പറയുന്നത്. ക്രൈസ്തലോ, ചതിച്ചിട്ടുണ്ടോ? ചതിക്കേണ്ട 100 അനുഭവങ്ങൾ എൻ്റെ മുമ്പേ വന്നിട്ടുണ്ട്. ചതി ചെയ്യേണ്ട അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. കൃപയാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ശാപമായൊരു കാര്യം ഞാൻ ചെയ്തിട്ടില്ലെന്ന്, എൻ്റെ കുടുംബത്തിന് ശാപമായൊരു കാര്യം ഞാൻ ചെയ്യാൻ എഴുന്നേറ്റിട്ടില്ലെന്ന് എനിക്ക് ഈ സഭയുടെ മുമ്പിൽ നിന്ന് പറയാൻ ദൈവകൃപയാ ധൈര്യമുണ്ട്. നിങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ ചിരിക്കുകയും മാറി നിന്ന് മലത്തി അടിക്കുകയും ഞാൻ ചെയ്തിട്ടില്ല. ചതിച്ചിട്ടുണ്ടോ? ഉണ്ടോ ദൈവമക്കളെ? അടുത്ത് വായിച്ചേ കുഞ്ഞെ. വല്ലവനെയും അനാവശ്യമായി പീഡിപ്പിച്ചിട്ടുണ്ടോ? ശമൂവേൽ ചോദിക്കുകയാണ്. ക്രൈസ്തലോ, ബാല്യം മുതൽ ശുശ്രൂഷിച്ചിട്ട് നരച്ചവനായപ്പോ ഇസ്രായേൽ മക്കളോട് ചോദിക്കുകയാ, വല്ലവനെയും പീഡിപ്പിച്ചിട്ടുണ്ടോ? അടുത്ത് വല്ലവന്റെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി പറ. അവിടെ ഇവിടെയും കവലയിലും റോഡിലും സ്റ്റാൻഡിലും ഒന്നും പറയാനല്ല ഞാൻ പറഞ്ഞ. ഇവിടെ പറ. ഉണ്ടെങ്കിൽ പറ, തിരിച്ചു തരാമെന്നേ. ഉണ്ടെങ്കിൽ പറ, ക്രമീകരിക്കാമെന്നേ. വല്ലവന്റെയും കയ്യിൽ നിന്ന്. നിങ്ങൾ എന്നെ മറന്നാൽ ഈ ദൂത് മറക്കത്തില്ലെന്ന് എനിക്കറിയാം. ഈ ദൂത് നിങ്ങൾ മറക്കത്തില്ല. ഇത് അവസാനത്തെ മെസ്സേജാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വല്ലവന്റെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എൻ്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ? അർഹതയില്ലാത്ത 1 രൂപ ഈ കൈ വരല്ലെന്ന് പ്രാർത്ഥിക്കുന്നയാളാ ഞാൻ. എൻ്റെ അപ്പൻ അതാ പഠിപ്പിച്ചത്. എൻ്റെ അപ്പനൊരു പാസ്റ്റർ അല്ലായിരുന്നു. എൻ്റെ അപ്പൻ ഒരു പ്രവാചകനല്ലായിരുന്നു. എൻ്റെ അപ്പനൊരു പ്രാസംഗികനല്ലായിരുന്നു. പക്ഷെ എൻ്റെ അപ്പനൊരു വിശുദ്ധനായ മനുഷ്യനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു വേദന വന്നാൽ ഞാൻ ആദ്യം ഓടിപ്പോകുന്നത് ഏതെങ്കിലും പ്രവാചകന്റെ അടുത്തല്ല, ഏതെങ്കിലും പാസ്റ്റർമാരുടെ അടുത്തല്ല, ഏതെങ്കിലും പ്രസംഗകരുടെ അടുത്തല്ല. ഞാൻ ആദ്യം ഓടിപ്പോകുന്നത് എൻ്റെ പിതാവിൻ്റെ അടുത്ത. ആ അപ്പൻ്റെ കരമെടുത്ത് എൻ്റെ ശിരസിൽ വച്ച് ഒന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ സ്വർഗത്തിലെ ദൈവം എന്നെ തൊട്ടതുപോലെ എനിക്ക് ഫീൽ ചെയ്യും. ആമേ, ആ അപ്പൻ ആമേ ഞങ്ങൾക്ക് വേണ്ടി നിന്ന് ആ അപ്പൻ ഞങ്ങളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ആമേ, സ്തോത്രം. ബൈബിൾ കോളേജിൽ പോകുന്നതിന് മുമ്പ് അമരവള ഐക്യ കൺവെൻഷനിൽ എന്നെ കൊണ്ടുപോയി വാങ്ങിച്ച് തന്ന ഈ ബൈബിൾ വാങ്ങിച്ച് തന്നിട്ട് എന്നോട് പറഞ്ഞെടാ, കുറുക്ക് വഴികളൊന്നും പോകണ്ട, ഇതിൽ നിനക്കുള്ളതെല്ലാം ഉണ്ട്, നീ കണ്ണ് തുറന്ന് വായിച്ചാൽ മതി, ഇതനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആമേൻ 1999 അമരവള ഐക്യ കൺവെൻഷൻ നടക്കുമ്പോൾ അവിടുത്തെ ഒരു ബുസ്റ്റാളിൽ നിന്ന് മേടിച്ച് എൻ്റെ കയ്യിൽ തന്ന ബൈബിളാ. എനിക്ക് ഒരുപാട് ബൈബിളുകളുണ്ട്, പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ അപ്പ എനിക്ക് വാങ്ങിച്ചു തന്ന ബൈബിളാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാര്യം പറയാം. ഇതുണ്ടെങ്കിൽ നമുക്ക് ആരുടെ മുമ്പിൽ തല കുനിക്കേണ്ടി വരില്ല. ഇതുണ്ടെങ്കിൽ ഇത് മാറ്റി വയ്ക്കുമ്പോഴാണ് പലരുടെ മുമ്പിൽ ഞാൻ തല കുനിക്കുന്നത്, പലരുടെ മുമ്പിലും മുട്ട് മടക്കുന്നത്, പലരുടെ മുമ്പിലും നട്ടല് വളയുന്നത്. ഇതുണ്ടെങ്കിൽ എന്തൊക്കെ എവിടെ നിന്ന് വന്നാലും തൻ്റെ ഇടത്തോടെ ഞാൻ പറയുന്നു, ആമേ, ഇതിൽ നമുക്കുള്ളതെല്ലാം ഉണ്ട്. ഇത് നമുക്കെല്ലാം ചെയ്തു തരും കേട്ടോ. ഹല്ലേലൂയ. വായിച്ചേ. എന്നിട്ട് ശമൂവേൽ പറയുകയാണ്, എൻ്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ? യഹോവയുടെയും അവൻ്റെ അഭിഷക്തൻ്റെയും മുൻപാകെ എൻ്റെ മുൻപാകെ സാക്ഷീകരിപ്പീൻ. ഞാൻ ഇന്ന് പകൽ ഞാനും പറയുക, എന്തെങ്കിലും നിങ്ങളെ വെട്ടിച്ചും തട്ടിച്ചും വാങ്ങിച്ചെന്നോ, ചതിച്ചോ പറ്റിച്ചോ വാങ്ങിച്ചെന്നോ, അത് മനസ്സിൽ കൊണ്ട് നടന്ന് പുണ്ണാക്കി ജീവിതം പോകല്ലത്.
ഈ പകല് ഈ ആലയത്തിൻ്റെ മുമ്പിൽ നിന്ന് പറയുകയാ, ആമേൻ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായി പൊതുസഭയിൽ പറയാം. പ്രൈസ് ദി ലോർഡ്. ഞാനത് എന്തു വില കൊടുത്തും മടക്കിത്തരാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയതിനു ശേഷം എന്നെ അവിടെയും ഇവിടെയും അവമാനിക്കരുത്. ദയവേത് വല്ലവരുടെയും പ്രീതിക്ക് വേണ്ടിയും വല്ലവരുടെയും സന്തോഷത്തിന് വേണ്ടിയും വല്ലവരുടെ മുമ്പിൽ എന്തിനും വേണ്ടി, ആമേൻ, സ്തോത്രം, എനിക്കത് ഇഷ്ടമല്ല. കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വേദന വരും. ഇന്ന് പകൽക്കാലം തെറ്റ് വരും. ഞാൻ 100% നല്ലവനെന്നല്ല പറയുന്നത്. തെറ്റുണ്ടാവും, തെറ്റുണ്ട്. പക്ഷേ ഇന്ന് പകൽ നിങ്ങളുടെ ആത്മീകത്തിനോ നിങ്ങളുടെ കുടുംബത്തിനോ നിങ്ങളുടെ തലമുറയ്ക്കോ അതൊരു വേദനയായോ ഭാരമായോ എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്തോ വന്നിട്ടുണ്ടെങ്കിലും ധൈര്യമായി നിങ്ങൾ ധൈര്യമായി പറ, പറ്റുന്നിടത്തോളം ഞാൻ മടക്കി തരാം. ഹല്ലേലൂയ. തെസ്സലോനിക്ക ലേഖനം 3:8 കൂടെ ഒന്ന് വായിച്ചു നിർത്താം, ഇനി സമയമില്ല. 2 തെസ്സലോനിക്ക ലേഖനം 3:8 മുതൽ ഒന്ന് വായിച്ചേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടില്ല. ആ ആ ആ ആ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. 3:8 മുതൽ അതിൻ്റെ മകൾ തൊട്ടൊന്ന് വായിച്ചേ, 7 മുതൽ. സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന അകന്നുകൊള്ളണമെന്നും ആജ്ഞാപിക്കുന്നു. അടുത്ത്, ഞങ്ങളെ അനുകരിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഞങ്ങൾ, ഹല്ലേലൂയ. എൻ്റെ ഭാര്യയുടെ, നിങ്ങൾ എൻ്റെ ഭാര്യയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല, പക്ഷേ ഞാൻ ഒരു വാക്ക് പറയാം. അവളിവിടെ കൂട്ടയടി അടിക്കാനൊന്നും ആരുടെയും വീടുകളിൽ വന്നിട്ടില്ല. ക്ഷീണസൗകര്യ വീട്ടിൽ പോലും അനാവശ്യമായി പോയി ഇരിക്കത്തില്ല. ഞാൻ എൻ്റെ കൂടെ വരും, വിസിറ്റ് ചെയ്യും, കഴിഞ്ഞ് വരും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സഭയിലെ കാര്യമായാലും വരും, അത്യാവശ്യം സംസാരിക്കും, പോകും. ആണല്ലോ, ആമേൻ. എനിക്കങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയത് എനിക്കൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഹല്ലേലൂയ. ചിലതൊക്കെ എന്തൊക്കെയാ ഉലുവാല്, നാട്ടിലും സമാനമല്ല, പള്ളിയിലും സമാനമല്ല, വീട്ടിലും സമാനമല്ല, സംഘടനയിലും സമാനമല്ല. എനിക്ക് ഒരിടത്തും തന്നില്ലെങ്കിലും വീട്ടിൽ സമാധാനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പലയിടത്തും എനിക്ക് തരുന്നില്ല, പക്ഷെ എൻ്റെ വീട്ടിൻ്റെ അകത്ത് എനിക്ക് സമാധാനമുണ്ട്. നാട് മൊത്തം സമാധാനം സ്ഥാപിച്ചിട്ട് വീട്ടിൻ്റെ അകത്തില്ലെങ്കിൽ അത് ഗതികേടാ, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ചിലർ നാട് മൊത്തം സ്ഥാപിക്കും സമാധാനം. എന്തോ സമാധാനം, ഭയങ്കര സമാധാനം. സ്വന്തം വീട്ടിൻ്റെ അകത്ത് ഭദ്രകാളിയെപ്പോലെ കാലമാടനെ പോലെ നിൽക്കും. കൃപയാൽ എനിക്ക് കഴിഞ്ഞ 16 വർഷം കൊണ്ട് വീട്ടിനകത്ത് എനിക്ക് സമാധാനമുണ്ട്. അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതെല്ലാ കുടുംബത്തിലും ഉണ്ടാവും. ഹല്ലേലൂയ. നവകലൊരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ വാക്യം ഒന്നുകൂടെ വായിച്ചങ്ങ് നിർത്തിയേ. ഞങ്ങളെ അനുകരിക്കേണ്ടതിന് എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. അടുത്ത്, ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു ശുശ്രൂഷകൻ്റെ ഒരു ക്വാളിറ്റി അതാണ്, ക്രമം കെട്ട് നടന്നിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നതാണ്. ആമേൻ. കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ സന്തോഷം. ഇവിടെ എല്ലാവരും അറിഞ്ഞു കേട്ടോ. ഞാൻ വിചാരിച്ചാൽ ആരും അറിഞ്ഞാതെ ഒളിച്ചോടാന്നാണ് വിചാരിച്ചത്. ഇപ്പം നാട് മൊത്തം അറിഞ്ഞു. ഹിന്ദു സഹോദരങ്ങൾ വരെയും എന്നോട് ചോദിക്കുക, പാസ് മാറുകയാണോ? കഴിഞ്ഞ ദിവസം ഒരു 2 അമ്മച്ചിമാരിങ്ങനെ നടന്നു വരുന്നത്, എന്നെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു വരുന്നു. എന്നെ അടുത്ത് വന്നവന്, പാസ് മാറുകയാണോ? ഞാൻ അതെ, 11 വർഷം. അയ്യോ, അറിഞ്ഞില്ല. എന്നിട്ട് ആ അമ്മച്ചിയോട് പറയാൻ, നല്ലൊരു പാസ്റ്റർ എന്ന് എന്നെക്കുറിച്ച് ഞാൻ തന്നെ പറയുന്നത് ശരിയല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാലും അത് കേൾക്കാൻ ഒരു സുഖമായിരുന്നു, അല്ലേ? സ്തോത്രം. 2 ഹിന്ദുക്കളാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്,
ഹല്ലേലൂയ. കാരണം നമ്മുടെ നടപ്പ്, നോട്ടം, ഇരിപ്പ്, പോക്ക്, വരവ് എല്ലാം വാച്ച് ചെയ്യുന്ന ഒരു ലോകമാണ്. നീ പുറത്തിറങ്ങുമ്പോൾ നീ അറിയുന്നില്ല, നിൻ്റെ നോട്ടം വരെ ശ്രദ്ധിക്കോ, നിൻ്റെ സംസാരം ശ്രദ്ധിക്കോ, നിൻ്റെ ഇടപെടൽ ശ്രദ്ധിക്കോ, നിൻ്റെ കൊടുപ്പൽ വാങ്ങുകൾ ശ്രദ്ധിക്കോ, എല്ലാം ശ്രദ്ധിച്ചിട്ടാണ് അവർ പറയുന്നത്. ഇന്ന് പകൽക്കാലം വചനം പറയുന്നത്, ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല, അടുത്ത് ആരുടെയും ആകാരം വെറുതെ അനുഭവിച്ചിട്ടുമില്ല, അടുത്ത് നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്ത് പോന്നത് അധികാരമില്ലാഞ്ഞിട്ടല്ല, അനുകരിപ്പാൻ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിനോട് ചേർന്നിന്നു പകൽക്കാലം എനിക്കും പറയാൻ കഴിയുന്നത് അതാ. ഇന്ന് പകൽ ദൈവമക്കളെ എവിടെയൊക്കെ എന്തൊക്കെ വന്ന് കാണാം, കുഴവും കുറവുകളും അതും ഇവരും ഒക്കെ പറഞ്ഞു കാണാം. പക്ഷേ നിങ്ങളുടെ അഭിപ്രായത്തിൽ, നിങ്ങളുടെ അനുഭവത്തിൽ ഇന്ന് പകൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ധൈര്യമായി സഭയുടെ മുമ്പിൽ പറ, എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ആ കണ്ണുകളെ ഒന്ന് അടച്ചേ, ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ, ഒരു നിമിഷം ദൈവകരങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 11 വർഷം തൻ്റെ മക്കളെ ശുശ്രൂഷിപ്പാൻ, അങ്ങയുടെ മക്കൾ അധ്വാനിച്ച അധ്വാന ഫലങ്ങളിൽ നിന്ന് അനുഭവിപ്പാൻ അടിയനെയും പ്രിയപ്പെട്ടവളെയും കുഞ്ഞുങ്ങളെയും ദൈവം സഹായിച്ചു. കർത്താവേ, ഇതിനൊന്നും ഞങ്ങൾ യോഗ്യരല്ല, ഇതിനൊന്നും ഞങ്ങൾ അർഹരല്ല. എവിടെയോ കിടന്ന്, എവിടെയോ ആയിരുന്ന ഞങ്ങളെ ഈ ദേശത്ത്, ഈ ഭവന, ഈ സഭയിൽ കൊണ്ടുവന്നു. കഴിഞ്ഞ 11 വർഷം അങ്ങയുടെ മക്കളിലൂടെ ഞങ്ങളെ പോറ്റി, ഞങ്ങൾക്ക് ആഹാരങ്ങൾ തന്നു, ഞങ്ങൾക്ക് വസ്ത്രങ്ങൾ മേടിച്ചു തന്നു, ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തന്നു. കഴിഞ്ഞ 11 വർഷം ഞങ്ങളെ രാജകീയമായി നടത്തിയ ഈ സഭയെ ദൈവം അനുഗ്രഹിക്കണം. ഒരു കുഞ്ഞിനെ പോലും മാറ്റിവെക്കാതെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 11 വർഷം ഞങ്ങളെ പോറ്റി പുലർത്തിയ ഈ സഭ, കഴിഞ്ഞ 11 വർഷം ഞങ്ങളെ കരുതിയ ഈ സഭയെ, കഴിഞ്ഞ 11 വർഷം ഞങ്ങളെ സ്വന്തം മക്കളെ പോലെ, സ്വന്തം സഹോദരങ്ങളെ പോലെ, സ്വന്തം കൂടപ്പറപ്പുകളെ പോലെ ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും മാറോടണച്ച് ചേർത്ത് നിർത്തി ഞങ്ങളെ സ്നേഹിച്ച ഈ കുടുംബങ്ങളെ ദൈവം ഓർക്കണമേ, ഈ സഭയെ ദൈവം ഓർക്കണമേ. കർത്താവ്, എന്തെങ്കിലും കുറവുകളോ ബലഹീനതകളോ തെറ്റുകളോ പോരായ്മകളോ അടിയനിലൂടെ ഈ സഭയിൽ ആർക്കെങ്കിലും മുറിവേറ്റിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും മുറിഞ്ഞ ഹൃദയത്തോടെ ഇതിനകത്തിരിക്കുന്നെങ്കിൽ, സ്വർഗത്തിലെ ദൈവം അങ്ങയുടെ മക്കളോട് മനസ്സലിയണം, അടിയനോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. അടിയൻ്റെ വാക്കുകൊണ്ടോ, അടിയൻ്റെ കുടുംബത്തിൻ്റെ വാക്കുകൊണ്ടോ, നോട്ടം കൊണ്ടോ, സംസാരം കൊണ്ടോ, ഇടപെടൽ കൊണ്ടോ എന്തെങ്കിലും മുറിവുകൾ ഈ സഭയിൽ ആർക്കെങ്കിലും ഉണ്ടായെങ്കിൽ, സ്വർഗത്തിലെ ദൈവം ഈ സഭയെ സ്നേഹിച്ച് ദൈവം അവരെ അനുഗ്രഹിക്കണം, ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങയുടെ മക്കളെ, ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ പേര് പറഞ്ഞ് അനുഗ്രഹിക്കുന്നപ്പാ. ഒരു കുടുംബം പോലും വേദനയിലൂടെ, കണ്ണുനീരിലൂടെ, ഭാരത്തിലൂടെ കടന്നു പോകുന്നു എന്ന് കേൾക്കാൻ അനുവദിക്കരുതേ. ഇന്നു മുതൽ കർത്താവേ, അവർ ഈ ഭൂമിയിലുള്ള നാൾ വരെയും സ്വർഗ്ഗം അവരെ സൂക്ഷിക്കണം. ഈ സഭയിലെ എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനായ ഞാൻ ഈ സഭയെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ അനുഗ്രഹങ്ങൾ ഈ കുടുംബങ്ങളിൽ ഉണ്ടാകണമേ, സ്വർഗീയ അനുഗ്രഹങ്ങൾ ഈ സഭയിൽ ഉണ്ടാകണമേ, സ്വർഗീയ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ സഭയെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ സഭയെ അങ്ങയുടെ ദാസൻ എന്ന നിലയിൽ
അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം അനുഗ്രഹിക്കും. ഞങ്ങളെ കരുതിയ കുടുംബങ്ങൾ, ഞങ്ങളെ സ്നേഹിച്ച കുടുംബങ്ങൾ, ഞങ്ങളെ മാറോടണച്ച കുടുംബങ്ങൾ എല്ലാവരെയും സ്വർഗ്ഗം അനുഗ്രഹിക്കണം. സ്വർഗീയ അനുഗ്രഹങ്ങളാൽ ഈ സഭയെ ദൈവം പൊതിഞ്ഞു നിർത്തണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ തന്നിടുക നിൻ കൃപാവരങ്ങൾ. പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ തന്നിടുക നിൻ കൃപാവരങ്ങൾ. പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. ശത്രു എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈ പാട്ടിൻ്റെ ചില ചരണം പാടി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. തന്നുടെ തീയ മുകളെ തൊടുത്തിടുന്നു, തകർത്തിടുവാൻ തൊടുത്തിടുന്നു, തകർത്തിടുവാൻ. ഭാരം പ്രയാസം ഏറും നേരത്തും ദുഃഖിതനായി ഞാൻ തീരും നേരത്തും. ഭാരം പ്രയാസം ഏറും നേരത്തും ദുഃഖിതനായി ഞാൻ തീരും നേരത്തും. മാനോ അറിയോ മാരോ മാനാദേ, മാനോ അറിയോ ആരോ മാനാദേ. നാരേലുണ്ട് താളരുകില്ല, ആരേലുണ്ട് താളരുകില്ല. മാനോ അറിയോ ആരോ മാനാദേ, മാനോ അറിയോ ആരോ മാനാദേ. ആരേലുണ്ട് താളരുകില്ല. ഈശാന പോലെ ആടിച്ചിടുന്നു ആശാവിഹീനെ ഞാനായിടുന്നു. ഈശാന പോലെ ആടിച്ചിടുന്നു ആശാവിഹീനെ ഞാനായിടുന്നു. ഞാനാകുന്നവേ ഞാനാകുമെന്ന്, ഞാനാകുന്നവേ ഞാനാകുമെന്ന്. ഇൻപമാം ശബ്ദം എന്നിൽ കേട്ടിടൂ, ഇൻപമാം ശബ്ദം എന്നിൽ കേട്ടിടൂ. തന്നിടുകാനേ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ തന്നിടുക കൃപാവരങ്ങൾ. പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. എല്ലാവർക്കും അല്പം മിനിറ്റുകൾ കൂടി ദൈവസന്നിധിയിലിരിക്കാം. പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് നമുക്ക് കടന്നു പോകാം. ഞാൻ വളരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 3 ദിവസം മുമ്പ് ഞാനൊരു തീരുമാനം എടുത്തു. അതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഇന്നത്തോടെ ഇവിടുത്തെ ശുശ്രൂഷ നിർത്തുകയാണ്. ഇന്ന് സഭായോഗം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് പോകും. ഇവിടുത്തെ സഭാ ശുശ്രൂഷ ഇന്നത്തോടെ ഞങ്ങൾ നിർത്തിപ്പോവുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, പെട്ടെന്ന് ഇവിടെ നിർത്താൻ എൻ്റെ മനസ്സിൽ ദൈവാത്മാവ് കഴിഞ്ഞ 3 ദിവസത്തിന് മുമ്പ് എനിക്കൊരു ദൈവിക ചിന്ത ദൈവം തന്നതുകൊണ്ട് ആരോടും ആലോചന ചോദിച്ചില്ല. സഭയിലെ ഒരു കുടുംബങ്ങളോടും ഞാൻ സുരേഷ് ബ്രദറിനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കുടുംബമായി പ്രാർത്ഥിച്ച് എടുത്ത ഒരു തീരുമാനമാണ്. അപ്പോൾ അടുത്ത ആഴ്ചയിൽ അതിന് ഒരുക്കപ്പെട്ടവർ ഇവിടെ വരും. ദൈവം അയക്കട്ടെ. ഞാൻ ആരുമായിട്ടും ആലോചിച്ചിട്ടൊന്നുമില്ല. ഇതെൻ്റെ കാര്യം. കാരണം
എനിക്കിതുവരെ ട്രാൻസ്ഫർ കത്ത് കിട്ടിയിട്ടില്ല. ഭീഷണിക്കത്തുകൾ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ മെനഞ്ഞാന്ന് ഒന്ന് വന്നു, കഴിഞ്ഞ മാസവും വന്നു. ട്രാൻസ്ഫർ കത്ത് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഭീഷണിക്കത്തുകളാണ് വരുന്നത്. എനിക്കതിനോട് താല്പര്യമില്ല. എന്തിനാ ഭീഷണി? ഇന്ന് വരെ IPC സംഘടനയിലില്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. ട്രാൻസ്ഫർ കത്തായിട്ട് വരും, അല്ലാതെ അതിനു വേണ്ടിയുള്ള ഭീഷണിക്കത്തുകളായിട്ട് വരില്ല. മെനഞ്ഞാന്നും എനിക്കൊന്ന് വന്നു, കഴിഞ്ഞ മാസവും വന്നു. എന്തോ ഞങ്ങൾ അങ്ങനെ ആർക്കും ബാധ്യതയായി തീരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. 2, തുടർന്ന് ഞങ്ങൾ നെയ്യാറ്റിൻകര സെൻറ്ററുമായിട്ട് യോജിച്ചു പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നെയ്യാറ്റിൻകര സെൻറ്റർ ഇനിയിപ്പോൾ ചാർജ് തന്നാലും ഞാൻ എടുക്കുന്നില്ല. അത് 2ാമത്തെ കാര്യം. എന്തായാലും ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ ഭാര്യയോട് സംസാരിച്ചപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഞാൻ കൂടെ നിൽക്കും. എൻ്റെ കുഞ്ഞുങ്ങൾ കൂടെ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. പ്രത്യേകിച്ച് എൻ്റെ 3ാമത്തെ 2 വയസ്സായതേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, എവിടെയാണെങ്കിലും ഞാൻ കൂടെ ഉണ്ടാവും, ഏത് സ്ഥാനത്താണെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവളുടെ ഒരു ബലമുണ്ട്, കർത്താവ് കൂടെ ഉണ്ട്. മുകളിൽ ആകാശവും താഴെ ഭൂമിയുമാണ് നമ്മുടെ മുമ്പിലുള്ള വഴി. അപ്പോൾ പലരുമൊക്കെ പുറമേ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഒരു 100 വിശ്വാസികളുള്ളൊരു സഭ വെഞ്ഞാറമ്മൂട് തന്നിട്ട് ഞാൻ അഹങ്കാരം കാണിച്ചു പോയില്ല എന്ന്. അതിൽ എൻ്റെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇതുവരെ അത് ഓക്കെ അല്ല. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഒരു വോയിസിൽ നമ്മുടെ സ്റ്റാൻലി ബ്രദർ ആ വോയിസിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളാരും കേട്ടില്ല. അത് 2-3 പേരെ കേട്ടിട്ടുള്ളൂ. വെഞ്ഞാറമ്മൂട് സഭയിലൊരു ചതി ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ പിന്നത്തേതിലാണ് അറിഞ്ഞത്. അത് എന്ത് ചതിയെന്ന് ഞാൻ സെക്രട്ടറിയോട് ചോദിച്ചു. സെക്രട്ടറി പറഞ്ഞില്ല. അപ്പോൾ അത് ഉടൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വോയിസ് കേട്ടായിരുന്നല്ലോ, അത് മതി. ചതി നമുക്കറിയേണ്ട കാര്യമില്ല. വോയിസ് കേട്ടായിരുന്നല്ലോ. കേട്ടു. അപ്പോൾ നമ്മുടെ സെക്രട്ടറിയായ റോബിൻസ് അങ്കിൾ ആ വോയിസ് കേട്ടു. അങ്ങനെയല്ലേ പറഞ്ഞു? ഞാൻ പറഞ്ഞ പോലെയാണല്ലോ. ഓക്കെ, അത് മതി. അപ്പോൾ അത് എന്ത് ചതിയാണെന്ന് ഞാൻ ചെകയാൻ പോയിട്ടില്ല. എന്തോ ഉണ്ട്. പക്ഷേ ദൈവാത്മാവ് എന്നെ ഇതുവരെയും അവിടെ പോകാൻ അനുവദിച്ചിട്ടില്ല, പോകാൻ സമ്മതിച്ചില്ല. ഞാൻ പോയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കുറേ വേദനകൾ കഴിഞ്ഞ 1-1.5 വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട്, എനിക്കൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, പിന്നെ പല കാരണങ്ങൾ കൊണ്ട്, എന്തായാലും ഇവിടെ ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവദാസനെ ക്രമീകരിച്ചു കിട്ടിയെന്ന് ഞാൻ വാട്സാപ്പിൽ കണ്ടു. എനിക്ക് സന്തോഷം. നാബോത്ത് ചാകാത്തത് കൊണ്ടാണ് ഏലിയാവ് വരാത്തത്. ഇപ്പം നാബോത്ത് ഏകദേശം ചത്തു അല്ലേ? ഏലിയാവ് വരണമെങ്കിൽ നാബോത്ത് ചാകണം. അപ്പോൾ എന്തായാലും ഏലിയാവ് പുറപ്പെട്ടിട്ടുണ്ട്. നാബോത്തിൻ്റെ കാര്യം ഏകദേശം മാനുഷിക ദൃഷ്ടിയിൽ തീരുമാനം ആയി. ഇനി എന്തെങ്കിലും ദൈവത്തിനേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദയവേത് അടുത്തു വരുന്ന ദൈവദാസനെ നിങ്ങൾ സ്നേഹിക്കുക, കൂടെ നിൽക്കുക, സഹകരിക്കുക. നിങ്ങളുടെ സാമ്പത്തിക നന്മകൾ ആ ദൈവദാസന് നിങ്ങൾ കൊടുക്കുക. ഹല്ലേലൂയ. നിങ്ങൾ ആത്മാർത്ഥമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അടുത്ത ദൈവദാസനെ നിങ്ങൾ എത്രയും പെട്ടെന്ന് സെലക്ട് ചെയ്ത് കാര്യം വിളിച്ച് സ്നേഹിക്കുക. ദൈവം സഹായിക്കട്ടെ. 2, ഇവിടുത്തെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ. നമ്മുടെ പ്രമോദ് മരിച്ച സമയത്ത് നമുക്കിവിടെ സെമിത്തേരി കിട്ടിയിട്ടില്ല അല്ലേ? അന്നത്തെ പ്രശ്നവും സംസാരമൊക്കെ ആയപ്പോൾ ആ ഞായറാഴ്ചയിലൊരു ആവേശത്തിൽ തന്നെയാണ് വിളിച്ചു പറഞ്ഞൊരു 10,000 രൂപ ഞാൻ എൻ്റെ പേരിൽ ഞാൻ ഈ സഭയ്ക്ക് തരാം. അങ്ങനെ പലരും പിന്നെ പറഞ്ഞു. ഞങ്ങളും ആവേശത്തിൽ പറഞ്ഞു. പക്ഷേ ഇനി സെമിത്തേരിയൊക്കെ കിട്ടും. 1 അല്ല 9 കിട്ടും, സെൻറ്ററിൽ കിട്ടും, എവിടെയായാലും കിട്ടും. ഇനി കിട്ടൂല, കിട്ടും, ഇനി കിട്ടും. ജയംബാസ് ഇവിടെ നിന്ന് മാറിയ സെമിത്തേരി ഫുള്ള് എഴുതി തരാമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അവനുണ്ടെങ്കിൽ തരത്തില്ല. അപ്പോൾ ഞാൻ മാറുമ്പോൾ സെമിത്തേരിയൊക്കെ വരും. എന്തായാലും ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് പറഞ്ഞ ആ ഒരു 10,000 രൂപ
ഇപ്പോൾ സെക്രട്ടറിയുടെ കയ്യിൽ, ട്രഷറർ ഇവിടെ ഇല്ല, സെക്രട്ടറിയുടെ കയ്യിൽ ഞാൻ ഇത് സെമിത്തേരിക്ക് വേണ്ടി ഞാനിവിടെ പറഞ്ഞ പൈസയാണ്. അപ്പോൾ അത് നിങ്ങൾ സെമിത്തേരി വാങ്ങിച്ചാൽ നല്ലത്. സഭയ്ക്ക് എന്നും ഇനിയും ഇങ്ങനത്തെ പ്രയാസവും ബുദ്ധിമുട്ടും വന്നാൽ ഇനി ഒരു ബുദ്ധിമുട്ട് വരാതെ ഈ സഭയ്ക്ക് സ്വന്തമായിട്ടൊരു സെമിത്തേരി വാങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം, ഞാൻ പറഞ്ഞ കാര്യം അങ്ങ് ചെയ്തെന്നേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ദൈവം സഹായിക്കട്ടെ. മറ്റൊരു കാര്യം, ഈ സഭയിൽ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിവിടെയൊക്കെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കുറവ് തോന്നിയെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, അതൊക്കെ മേടിക്കാൻ ഞാൻ മേടിച്ചു തരാം. എന്തെങ്കിലും ഞാൻ വന്നപ്പോൾ ഇതുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, അത് കണ്ടില്ല, ഇത് കണ്ടില്ല എന്നൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. അത് ഞാൻ എന്ത് വില കൊടുത്തും മേടിച്ചു തരാം. പക്ഷേ മേടിക്കാൻ കിട്ടാത്ത കുറച്ച് സാധനമുണ്ട്, രേഖകൾ. ഇത് നമ്മുടെ സഭയുടെ മെയിൻ സാധനമാണ്. ഇത് സഭയുടെ രജിസ്റ്റർ ബുക്കാണ്. ബാക്കിയെല്ലാം സൺഡേ സ്കൂളിൻ്റെ, പിന്നെ ഇവിടെ ഞാൻ ഇരിക്കുമ്പോഴുള്ള കാര്യങ്ങൾ, പിന്നെ PIPയുടെ, അതുപോലെ പഴയ കമ്മിറ്റി ബുക്കുകൾ, ഇപ്പോഴത്തെ കമ്മിറ്റി ബുക്ക്, കണക്ക് ബുക്ക് എല്ലാം ഞാൻ ഇതാ ഇപ്പോൾ പൊതുസഭയുടെ മുമ്പിൽ വച്ച് സെക്രട്ടറിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. എല്ലാം നോക്കിക്കോണം, കൃപയാലുണ്ട്. ഇത് നമ്മുടെ പള്ളിയുടേതായ കരം തീർത്ത രസീതുകളും ഇവിടുത്തെ പ്ലാന് കാര്യങ്ങളൊക്കെയാണ് ഈ സാധനം. അത് എൻ്റെ കയ്യിൽ തന്നിരുന്നതാണ്. ഇത് നമ്മുടെ സൺഡേ സ്കൂളിൻ്റെയും PIPയുടെയും ബാങ്കിൻ്റെ പാസ്ബുക്കും ചെക്ക് ലീഫും അതിൻ്റെ രേഖകളാണ്. ആൻറ്റി ഇതാണ് എൻ്റെ കയ്യിലേൽപ്പിച്ചിരുന്ന ഇതാണ് കേട്ടോ. ഇതിലുണ്ട്. പിന്നെ ഇത് നമ്മുടെ ചർച്ച് സീല്, സൺഡേ സ്കൂളിൻ്റെ PIPയുടെയൊക്കെ സീലുകൾ. ഇതൊക്കെ ഇത് ഇവിടെ ഉള്ള നമ്മുടെ ഇപ്പോൾ അടിച്ച ലെറ്റർ പേഡ്, പിന്നെ മാസവരിയുടെ കണക്ക് ബുക്ക്, ഇത് പണ്ടത്തെ പള്ളിയുടെ കണക്ക് ബുക്കൊക്കെയാണ്. പിന്നെ ഇവിടുത്തെ പള്ളിയുടെ പിന്നെ ഇത് നമ്മുടെ തകതി എഴുതുന്ന കാര്യം, പിന്നെ നമ്മുടെ ഇതും കൂടെ ഇതായിരിക്കുന്നു. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ഇത് പള്ളിയുടെയും പാസനേജിൻ്റെയും താക്കോലാണ്. സന്തോഷത്തോടെ. അപ്പോൾ ഇത് ഈ മേശയുടെ ഞാൻ അവിടുത്തെ താക്കോൽ അതിൽ വച്ചേക്കും, കുറച്ച് പോകുമ്പം അത് വച്ചേക്കും. ബാക്കിയെല്ലാം ഉണ്ട്. ഇത് എല്ലാം ഏതൊക്കെയാണെന്നും എനിക്കും പിടിയില്ല. എന്ന് പറഞ്ഞാൽ ആൻറ്റിക്ക് മനസ്സിലായില്ല. ഇങ്ങോട്ട് വൈഫൈ എന്ന് പറഞ്ഞാൽ ക്യാമറ വർക്ക് ചെയ്യുന്ന ഒരു സാധനം. അത് ഞാൻ എല്ലാം കൊണ്ടുപോയി വൈഫൈ അവിടെ വച്ചിരിക്കുന്നു. അപ്പോൾ പുതിയ കണക്ഷൻ എടുക്കണമെങ്കിൽ എനിക്ക് പൈസയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ അത് ക്യാമറകൾ ഉള്ളത് കൊണ്ട് ആ സാധനം ഞാൻ അവിടെ വച്ചിരിക്കുകയാണ്. അത് കുഴപ്പമില്ലല്ലോ, സന്തോഷത്തോടെ തന്നതാണ്, കുഴപ്പമില്ല, ഇരിക്കട്ടല്ലോ. ഓക്കെ, അപ്പോൾ വൈഫൈ ഞാൻ കൊണ്ടുപോകുന്നില്ല. വൈഫൈ കണക്ട് ഇനി ചാർജ് ചെയ്താൽ മറ്റേ ഇവിടെ ഗോവൻ എന്ന് പറയുന്ന സഹോദരനാണ് ഇവിടെ ചാർജ് ചെയ്യുന്ന. പുള്ളിയോട് പറയണം എൻ്റെ പാസ്വേഡാണ് കിടക്കുന്നത്, എൻ്റെ നമ്പർ. അപ്പോൾ പുള്ളിയോട് പറയുമ്പോൾ അത് മാറ്റി നിങ്ങൾക്ക് ചർച്ചിൻ്റെ ഇതാക്കി തരും. അപ്പോൾ എൻ്റെ പാസ്വേഡ് മാറ്റി എനിക്ക് പിന്നെ എവിടെയും വന്നാലൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾക്കാക്കി തരും. അത് മാസം 500 രൂപ വെച്ചുള്ള ചാർജിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാമറകൾ വർക്കാവും. ഇപ്പോൾ ഒരു 2 ആഴ്ച കൊണ്ട് വർക്കിംഗ് അല്ല, 2 ആഴ്ച കൂടുതലായി. ഞാൻ പിന്നെ ചാർജ് ചെയ്തില്ല, അങ്ങനെ ഡെഡായി കിടക്കുകയാണ്. അപ്പോൾ അത് തന്നു. പിന്നെ ഞങ്ങൾ ഏകദേശം സാധനം കൊണ്ടുപോയി. ഒരു കട്ടിൽ ഞാനിവിടെ, അത് വലിയ പുതിയതൊന്നും അല്ല, ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരു ദൈവാസനല്ലേ വരുമ്പോൾ ഒന്ന് ഉപയോഗിക്കാൻ വേണ്ടി ഞങ്ങളൊരു കട്ടിലും അതിനുള്ള ക്രമീകരണം അവിടെ ഇട്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു ദൈവാസൻ വന്നാൽ അവർക്ക് അത്യാവശ്യം ഉപയോഗിക്കേണ്ടത്
അത് ഞാൻ മനഃപൂർവ്വം കൊണ്ടുപോകാത്തതാണ്. ഇനി മറന്ന് ഇനി കാറ് വണ്ടി പിടിച്ച് നിങ്ങളങ്ങ് കൊണ്ടുവരാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്, തന്നത് ഓർമ്മിപ്പിക്കാനല്ല. അത് ഒരു ദൈവാസനും കുടുംബവും വന്നാൽ അത്യാവശ്യം നല്ലതല്ല അത്യാവശ്യം ഉപയോഗിക്കാൻ കൊള്ളാകുന്ന ഒരു കട്ടിലെന്നേ ഉള്ളൂ. എന്നാലും ഞങ്ങൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ഓർക്കുക. പിന്നെ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഈ എന്നോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ? വീണ്ടും ഞാൻ പറയുന്നത്, തുടർന്നും ഞാൻ നെയ്യാറ്റിൻകര സെൻറ്ററുമായിട്ടോ ഇനി തരുന്ന സഭയെ ചാർജ് എടുക്കാനോ ഉദ്ദേശിക്കുന്നില്ല. നെയ്യാറ്റിൻകര സെൻറ്ററുമായിട്ട് ഞാൻ തൽക്കാലം തുടരാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്ത ആഴ്ച ഞാനും കുടുംബവും ഇവിടെ വരത്തുമില്ല. അപ്പോൾ അതിനുള്ള ക്രമീകരണം നിങ്ങൾ ഇന്നു മുതൽ സഭയായി. ഇത് പെട്ടെന്ന് ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്നതുകൊണ്ട് എനിക്കൊരു വേദനയുണ്ട്. ഞാൻ അടുത്ത ആഴ്ചയാണ് ഞാൻ മാറാമെന്ന് പറഞ്ഞിരുന്നത്. ഞാനൊരു വീടെടുത്തു, ചെറിയൊരു വീട്. ഒരു വ്യാഴാഴ്ച ഒരു ഭവനമൊക്കെ വെച്ച് നിങ്ങളെല്ലാവരെയും അവിടെ ക്ഷണിച്ച് ഒരു ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ അടുത്ത ആഴ്ച പിരിയാമെന്നായിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ എന്തോ എൻ്റെ മനസ്സിനൊരു വലിയൊരു ഭാരം തട്ടി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകും. അതുകൊണ്ട് ഞങ്ങൾ 3 ദിവസം കൊണ്ട് എല്ലാ വീടും കയറി പ്രാർത്ഥിച്ചു. ഒരു കുടുംബത്തിൽ പോലും ഞങ്ങൾ മാറുന്ന കാര്യം പറഞ്ഞിട്ടില്ല. ഒരു കുടുംബം ആരോട് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരും എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചും ഒക്കെ ഉള്ളവരുണ്ട്. ഞാൻ ആരോടും ഒരു വീട്ടിൽ പറഞ്ഞിട്ടില്ല. അപ്പോഴെല്ലാവരും പറഞ്ഞു, എന്തോ പാസ്റ്ററായി പെട്ടെന്ന് ഇനി ഒരാഴ്ച ഉണ്ടല്ലോ എന്തല്ലോ. ഇന്നലെ ഞാൻ ആൻറ്റിയോട് കഞ്ഞി ചോദിച്ചപ്പോൾ ഞാൻ അടുത്ത ശനിയാഴ്ച ചോറും ഇറച്ചിയും എല്ലാം വെച്ചെന്നെ പ്രത്യേകം ഇന്നലെ വിളിച്ചു. അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് പാസ്റ്ററും കുടുംബമായിട്ട് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം കഞ്ഞി മതി എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും, നിങ്ങളെല്ലാവരും നിരപരാധികളാണ്, നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്നവരാണ്. കഴിഞ്ഞ 11 വർഷം ഞങ്ങൾക്ക് സ്നേഹമായിരുന്നു. പക്ഷേ എവിടെയോ എന്തൊക്കെയോ ആമേൻ സംഭവിച്ചു. അതെല്ലാം നമുക്ക് നന്മയ്ക്കാണ്. എന്തായാലും ഒന്നീ ജയം പാസ് ഇതോടെ തീരും, അല്ലെങ്കിൽ ദൈവം ഇതോടെ ഒന്ന് എഴുന്നേൽപ്പിക്കും. രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. രണ്ടാമത്തെ കാര്യം സംഭവിക്കട്ടെ. കാരണം നമ്മൾ തീർന്ന് കാണാൻ ഒതുക്കി ഒന്നുമില്ലാതാക്കി കാണാൻ ഒരു കൂട്ടം പേര് എൻ്റെ പുറകെ ഉണ്ട്. സഭാ ചാർജില്ലാതെ തെക്ക് വടക്ക് നടക്കുമ്പോൾ സഭയ്ക്കെതിരായി, സെൻറ്ററിനെതിരായി, സെൻട്രൽ പാസ്റ്റർക്കെതിരായി കളിച്ചവൻ ഇതാ നടക്കുന്നു. ചത്ത് മണ്ണിൻ്റെ അടിയിലായി എല്ലാം തീർന്നാലും വിടാതെ കിടന്ന് പ്രസംഗിക്കുന്നവർ എൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ അവരുടെ സന്തോഷത്തിന് അങ്ങനെയെങ്കിൽ അങ്ങനെ ആകട്ടെ. പിന്നെ ദൈവത്തിന് മറ്റൊരു ഉദ്ദേശമെങ്കിൽ നടക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇത് പെട്ടെന്നൊരിതുപോലെ എനിക്ക് ഇങ്ങനെ അല്ലായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്, മറ്റൊരു ഞാൻ. പക്ഷേ ചിലതിൻ്റെ മുമ്പിൽ എനിക്ക് ഞാൻ തന്നെ അങ്ങ് തോറ്റു കൊടുക്കുകയാണ്. ഒരു തരത്തിൽ തോറ്റു കൊടുക്കുന്നത് പോലെയാണ്. പക്ഷേ അത് ഒരു ജയമായി ഈ സഭയ്ക്ക് മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തോറ്റാലും ദൈവസഭ തോക്കരുത്, തകരരുത്. ദൈവസഭ ഉയരണം. അപ്പോൾ ഇനി ഇങ്ങനൊരു ശുശ്രൂഷ അനുഭവം ഉണ്ടാകാൻ 100% സാധ്യതയില്ല. ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് അല്പസമയം കൂടെ ഈ ആലയത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ഈ കോമ്പൗണ്ട് വിടും. പിന്നെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ വിളിച്ചാലോ വരും. നിങ്ങൾ എന്തൊരാവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളെ ഇതുവരെ കണ്ടതുപോലെ കണ്ട് ഞങ്ങളെ വിളിക്കുക, പ്രാർത്ഥിക്കുക. ഞാൻ ഒരു വീട്ടിൽ മാത്രം ഞാൻ പ്രാർത്ഥനയ്ക്ക് പോവും. നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും സഭയിലെന്ത് പറഞ്ഞാലും അവരുടെ സ്വോത്രക്കാഴ്ചയോ ദശാംശമോ വാങ്ങിക്കാനല്ല, എനിക്ക് ഈ ദേശത്ത് പാർക്കാനൊരു ഭവനം ഒരുക്കി തന്ന കുടുംബം, എൻ്റെ മാതാവിനേക്കാൾ അപ്പുറമായി ഞങ്ങളെ സ്നേഹിച്ച കുടുംബം, പ്രിയ ശകുന്തള ആൻറ്റിയുടെ കുടുംബത്തെ ഞങ്ങളെല്ലാ മാസവും ഒന്ന് ജസ്റ്റ് പോയി പ്രാർത്ഥിക്കും. അല്ലാതെ മറ്റൊരു കുടുംബത്തിലും ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് വന്ന ആർക്കും ഒരു ഭാരമായി തീരാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വം പോലെ ചെയ്യും. അല്ല അവരുടെ സ്തോത്ര കാഴ്ചയോ ദശാംശമോ ഒന്നും മേടിക്കാനോ അത് ആഗ്രഹിച്ചുകൊണ്ടൊന്നുമല്ല. ഞങ്ങൾക്കൊരു നിലനിൽപ്പായി തീർന്ന ഒരു ഭവനം പോലെ ആയതുകൊണ്ട് അത് ഞാൻ ചെയ്യും. അല്ലാതെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് പറഞ്ഞാലും ജയം പാസ് കൂടെ ഉണ്ടായിരിക്കും, നിങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ആത്മാർത്ഥത കാണിക്കേണ്ടത് ജയം പാസ്റ്ററോടല്ല, ഇനി അടുത്ത് വരുന്ന പാസ്റ്ററോടായിരിക്കണം. നിങ്ങളുടെ ഒരു സഹോദരനെ പോലെ
നിങ്ങളുടെ ഒരു മകനെ പോലെ, നിങ്ങളൊരു കൂട്ടുകാരെ പോലെ ഞങ്ങളെന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം.